അപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് പേര് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കുന്നവരാണ്. എന്റെ പേഴ്സണൽ കാര്യം പറഞ്ഞാല് ചില വർഷങ്ങൾക്ക് മുമ്പ്, 4-5 വർഷം മുമ്പ് വരെ എനിക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വർഷത്തിൽ ഏതോ ഒരു മധ്യത്തിൽ ഏതോ ഒരു ഭാഗത്ത് ഞാൻ ഒരു ദിവസം ചിന്തിച്ചു, ദൈവമേ ഈ വർഷം ആദ്യം എടുത്ത തീരുമാനം എന്തുവായിരുന്നു, എത്ര ഓർക്കാൻ നോക്കിയിട്ട് എനിക്കൊരു ഓർമ്മയെ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ആ ഇനി മുതൽ ഈ തീരുമാനം എടുക്കുന്ന പരിപാടി ഞാൻ നിർത്തുക. അങ്ങനെ കഴിഞ്ഞ 4-5 വർഷത്തിന് മുമ്പ് എടുത്ത തീരുമാനം ദൈവത്തിന്റെ കൃപ കൊണ്ടാണോ എന്താണെന്ന് അറിയാൻ വയ്യ, ഏതായാലും പാലിക്കാൻ ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ന്യൂ ഇയറിന് തീരുമാനം എടുക്കുന്ന പരിപാടി ഞാൻ 4-5 വർഷം മുമ്പ് അങ്ങ് നിർത്തി. എന്റെ സ്വന്തം കാര്യം പറഞ്ഞ കേട്ടോ. ആരിലും എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒട്ടും വിരോധിയല്ല, അവനവന്റെ കാര്യം. ഓക്കെ. അപ്പൊ നമ്മളൊക്കെ പൊതുവെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ ചിലരൊക്കെ എടുക്കുന്നത് എന്തുവാ, മധുരം കുറയ്ക്കും ചിലർ പറയും. ചിലർ പറയും ജനുവരി 1-ാം തീയതി മുതൽ ജങ്ക് ഫുഡ് തൊടത്തില്ല എന്ന് പറയും, ഫാറ്റി ഫുഡ് കഴിക്കുകയില്ല എന്ന് പറയും. ഇവിടെ എന്റെ ചെറിയ മോൻ പറയും, അമ്മ ഞാൻ നാളെ മുതൽ ജങ്ക് ഡയറ്റാന്ന് പറയും. എന്നിട്ട് ജങ്ക് തിന്നാൻ വരും. ഞാൻ പറയടാ, നീ ഇന്നലെ ഇല്ലടാ നീ പറഞ്ഞത് നീ കഴിച്ച അത് നാളെ അടുത്ത, അപ്പൊ അടുത്ത നാളെയോ. അപ്പൊ അങ്ങനെ ആണ് ചിലരുടെ റെസൊല്യൂഷൻസ്. പിന്നെ ചിലര് പറഞ്ഞത് എന്താ, പൊതുവെ ജനുവരി 1-ാം തീയതി മുതൽ ഞാൻ ജിമ്മിന് പോകും. ഏഹ് അത് രാവിലെ, ചിലര് പറഞ്ഞ രാവിലെ 5 മണിക്കാൻ എഴുന്നേക്കും. നല്ല തീരുമാനങ്ങളൊക്കെ കേൾക്കാനൊക്കെ രസം. നമ്മളെ വിശ്വാസികളൊക്കെ എടുക്കുന്നതാണ് ഈ തീരുമാനങ്ങളൊക്കെ. പിന്നെ ചിലര്, എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ എടുക്കുന്ന തീരുമാനം എന്തായിരുന്നു അറിയാം, വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വായിക്കാം. നല്ല ഉത്സാഹത്തെ അങ്ങോട്ട് വായിച്ച് 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 ഒരു ലേവ്യ പുസ്തകമൊക്കെ അങ്ങോട്ട് എത്തുമ്പോഴത്തേനെന്താ, ബ്രേക്ക് ഇട്ട മാതിരി ഒരക്ഷരം മനസ്സിലാവില്ല. അതോടെ പിന്നെ വായന അവിടെ തന്നെ അങ്ങ് നിൽക്കുക. അപ്പുറം ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിന് അപ്പുറം പോവില്ല. എന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് തീരുമാനങ്ങളില്ലാത്ത, അപ്പൊ ഒരു ദിവസങ്ങളും കടന്നു പോകുന്നില്ല. ഇന്നെന്ത് കഴിക്കണം, ഏത് ഡ്രസ്സ് ഇടണം, ഇന്നെന്ത് കറി വെക്കണം, കൂട്ടാൻ വെക്കണം, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, പങ്കാളിയെ തിരഞ്ഞെടുക്കണം, അങ്ങനെ ചെറുതും വലുതുമായ തീരുമാനങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും നമ്മളൊരു സ്വിച്ച് ഇടുന്നത്, ലൈറ്റ് ഇടുന്നത് പോലും ഇച്ചിരി കുഞ്ഞു തീരുമാനമാണ്. അപ്പൊ അങ്ങനെ 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 തീരുമാനങ്ങളിലൂടെയാണ് നമ്മൾ ഡെയിലി നമ്മൾ കടന്നു പോകുന്നത്. അപ്പം ഒരു ന്യൂ ഇയർ നമുക്ക് വരികയാണ്, പുതിയൊരു വർഷം വരികയാണ്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മളെ നടത്തിയ ദൈവം, കർത്താവിന്റെ ദയയും വിശ്വസ്തതയും സ്നേഹവും കൃപയും ധാരാളം അനുഭവിച്ച് നമ്മൾ ഓരോരുത്തർ അത് എത്ര പറഞ്ഞാലും നമുക്ക് തീരത്തില്ല. അപ്പൊ ഈ വരാൻ പോകുന്ന അടുത്ത വർഷം, അല്ലെ ഇനി അടുത്ത വർഷങ്ങൾ ദൈവം നമുക്ക് എത്ര കാലം തരുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ എടുക്കേണ്ടതായിട്ട് കർത്താവ് എനിക്ക് തന്ന ഒരു ന്യൂ ഇയറിന് വേണ്ടി മാത്രമല്ല, ഡെയിലി ആജീവനാന്തം, അവർ ലൈഫ് ടൈം സ്പിരിച്വൽ ഡിസിഷൻസ്, ആജീവനാന്തം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ചില ആത്മീക തീരുമാനങ്ങളുടെ സജഷൻസ് ആണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. നമുക്ക് ആദ്യം ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 101-2-3. അവിടെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. സങ്കീർത്തനം 101-2-3. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും, എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും. ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ഞാനൊരു നീചകാര്യം എൻ്റെ കണ്ണിന് മുമ്പിൽ വെക്കുകയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു, അതെന്നോട് ചേർന്ന് പറ്റുകയില്ല. ഈ വാക്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിലേക്ക് പിന്നെ വരാം. അപ്പോഴ് ഇത് ദാവീദിന്റെ വാക്കുകളാണ്, അതിന്റെ സങ്കീർത്തനത്തിന് മേലെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വേദപുസ്തകം ഉടനീളം നമുക്കറിയാം, ഞാൻ പറഞ്ഞ ആദ്യത്തെ അധ്യായം മുതൽ ദൈവത്തിന്റെ തീരുമാനം മുതൽ തുടങ്ങുകയാണ്. ഒരുപാട് മനുഷ്യർ അതിനുശേഷം വന്നു. അപ്പൊ ഹൗവ എടുത്ത ഒരു ഒരു സെക്കൻഡ് എടുത്ത തീരുമാനമായിരുന്നു ആ ഭക്ഷണം, പഴം പറിച്ച് കഴിക്കുക, ഭർത്താവിനെ കൊടുക്കുക. അപ്പൊ അങ്ങനെ അന്ന് ആദാമും ഹവ്വ മുതലെടുത്ത ആ തീരുമാനങ്ങൾ, അങ്ങനെ ഒരുപാട് മനുഷ്യരുടെ ബൈബിളിൽ നമുക്ക് തീരുമാനങ്ങൾ എടുത്തവരെ കാണാം. അപ്പം അങ്ങനെ 3-4 ഇൻസ്റ്റൻസസ്, 3-4 സംഭവങ്ങൾ അല്ലെ വ്യക്തികളെ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ട് നമുക്ക് അറിയാവുന്ന ആളാണ് ദാനിയേൽ. ഒരുപാട് കേട്ടുപരിചയമുള്ള അതാണ് ദാനിയേൽ. അപ്പൊ ദാനിയേലിന്റെ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തില് അവിടെ പറയുന്ന കാര്യം എന്താ, ദാനിയേൽ 1-8 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു.
But Daniel purposed in his heart that he would not defile himself. അപ്പം നമ്മുടെ ദാനിയലിന്റെ ഒരു പേഴ്സണൽ തീരുമാനമാണ് നമ്മൾ കാണുന്നത്. എന്തോ തീരുമാനം? തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല. ഇനി നമുക്ക് വേറൊരു സംഭവം നമുക്ക് നോക്കാം. ആരെങ്കിലും എന്നെ ഒന്ന് വായിച്ച് സഹായിച്ചാൽ നല്ലതായിരിക്കും. ഇച്ചിരി ലെങ്തി പോർഷനാണ്. ഇരമ്യാ പ്രവചനം 35-ാം അധ്യായം. ജെറമയ ചാപ്റ്റർ 35, ഇരമ്യാ പ്രവചനം 35-ാം അധ്യായം, അതിന്റെ 2-ാമത്തെ വാക്യം, പിന്നെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇരമ്യാവ് 35-2. നീ രേഹബ്യ ഗൃഹത്തിന്റെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിച്ച് അവരെ യഹോവയുടെ ആലയത്തിന്റെ ഒരു മുറിയിൽ കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞു കുടിപ്പാൻ കൊടുക്കാം. ഇനി 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾ വീഞ്ഞു കുടിക്കയില്ല. രേഹാബിന്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് നിങ്ങൾ ചെന്ന് പാർക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്, വീട് പണിയരുത്, വിത്ത് വിതയ്ക്കരുത്, മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത്, ഈ വക ഒന്നും നിങ്ങൾക്കുണ്ടാകുകയും അരുത്. നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ പാർക്കണമെന്നിങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങളും ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും ഞങ്ങളുടെ ജീവകാലത്ത് ഒരിക്കലും വീഞ്ഞു കുടിക്കുകയോ പാർപ്പാൻ വീട് പണിയുകയോ ചെയ്യാതെ രേഹാബിന്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ച സകലത്തിലും അവന്റെ വാക്ക് കേട്ട് അനുസരിച്ചു വരുന്നു. ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടവും വയലും വിത്തുമില്ല. ഞങ്ങൾ കൂടാരങ്ങളിൽ പാർത്ത് ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും അനുസരിച്ച് നടക്കുന്നു. താങ്ക്സ് ആന്റി. അപ്പൊ ദേ നമ്മൾ ഇവിടെ ഒരു കൂട്ടം മനുഷ്യരെ കാണുകയാണ്. രേഖാഭ്യ ഗൃഹക്കാർ, അല്ല, യോനാദാബ് എന്ന് പറയുന്ന വ്യക്തിയുടെ മക്കളാണ്. ഇവരുടെ തീരുമാനം എന്താ? നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ദൈവം പ്രത്യേകം, നമ്മളെ 1-ാം വാക്യത്തിൽ കാണുന്നത്, ദൈവം പ്രത്യേകം ഇരമ്യാവിനോട് കൽപ്പിച്ചിട്ടാ, നീ ഇന്ന വീട്ടുകാരെ വിളിക്കുക, എന്നിട്ട് അവർക്ക് വീഞ്ഞു കൊടുക്കുക. അങ്ങനെ അവർക്ക് മുമ്പിൽ മദ്യം വിളമ്പിയിട്ടിരിക്കുക ഇരമ്യാവ്. അപ്പോഴാണ് ഇവര് പറഞ്ഞത് എന്താ? ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ കുടിക്കുകയില്ല, ഞങ്ങൾ ഇങ്ങനൊരു തീരുമാനമൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ അപ്പച്ചൻ പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പം ഞങ്ങളത് പാലിച്ചു വരിക, ആ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല എന്നാണ് ഇവിടെ ഈ പറഞ്ഞ രേഖാഭ്യ ഗൃഹക്കാർ. എത്ര പേരുണ്ടെന്ന് നമുക്കറിയില്ല ഇവരുടെ. പിന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുക, ഞങ്ങൾക്ക് വീടില്ല, മുന്തിരിത്തോട്ടമില്ല എന്നൊക്കെ ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊന്നും നിങ്ങളുണ്ടായിങ്ങളല്ലോ, ഞങ്ങൾക്ക് വീടൊന്നുമില്ല, ഞങ്ങൾ കൂടാരങ്ങളിൽ പാർക്കാം, അങ്ങനെ കുറെ തീരുമാനങ്ങൾ ഇവർ പറയുകയാണ്. അപ്പൊ പഴയ നിയമത്തിൽ നിന്ന് 2 ഉദാഹരണങ്ങൾ ഞാൻ എടുത്തന്നേ ഉള്ളൂ. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ചില വ്യക്തികളൊക്കെ ഉണ്ട്. നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ അപ്പോസ്തലനായ പൗലോസിന്റെ തന്നെ ഒരു വാക്കുകൾ നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തിയിൽ 26-ന്റെ 19-ാം വാക്യം. ഇത് ഈ അധ്യായം മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ അഗ്രിപ്പ രാജാവിന്റെ മുമ്പാകെ പൗലോസ് തന്റെ സാക്ഷ്യം പറയുന്ന സന്ദർഭമാണ്. അവിടെയുള്ള ഒരു വാക്യമാണ് ഇവിടെ 26-ന്റെ 19 നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ. പൗലോസിന്റെ തീരുമാനം ഇവിടെ ഉറക്കെ പറയുകയാണ്, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചില്ല. ദാറ്റ് വാസ് ഹിസ് ഡിസിഷൻ, അല്ലെങ്കിൽ പുള്ളിയുടെ റെസൊല്യൂഷൻ അതായിരുന്നു. ഇനി നമ്മൾ അപ്പോസ്തല പ്രവൃത്തി തന്നെ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു രസകരമായ സംഭവം നമുക്ക് അവിടെ കാണാം. അത് മുഴുവൻ വായിക്കാൻ സമയമില്ല, എങ്കിലും അതിന്റെ എഫെസ്യ ലേഖനം 19-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. ഇത് എഫെസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. അവർക്കൊക്കെയും ഭയം തട്ടി കർത്താവായ യേശുവിന്റെ നാമം മഹിമപ്പെട്ടു. വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവർത്തികളെ ഏറ്റുപറഞ്ഞറിയിച്ചു. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. അവരുടെ വില കണക്ക് കൂട്ടിയപ്പോൾ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. അപ്പം നമ്മൾ ഈ കണ്ട 4 ഇൻസ്റ്റൻസസ്, ഇപ്പൊ ഈ 4-മത്തേത് സന്ദർഭം മനസ്സിലായി ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. എഫെസോസില് പൗലോസ് 2 വർഷത്തോളം നിന്ന് ക്ലാസ്സുകൾ എടുക്കി. ഒരുപാട് പേര് ദൈവത്തിന്റെ നാമം മഹിമപ്പെടക്കമാണ്. ഒരുപാട് പേര് കർത്താവിനെ അറിഞ്ഞു.
അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം ഇങ്ങനെ അവിടെ യഹൂദന്മാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് മന്ത്രവാദവും ക്ഷുദ്ര പ്രയോഗവും ഒക്കെ പണ്ടേ വിലക്കിയിരിക്കുന്നതാണ് ദൈവം. പക്ഷെങ്കിൽ എന്നാൽ പോലും അന്നത്തെ കാലത്ത് ചില യഹൂദന്മാർ ഈ മന്ത്രവാദവും ക്ഷുദ്ര പ്രയോഗം കൊണ്ടൊക്കെ ജീവിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ടീം, ഒരു സ്കേവ എന്ന് പറഞ്ഞൊരു മനുഷ്യന്റെ 7 മക്കള്, അവര് ഈ പൗലോസ് ഇതൊക്കെ ചെയ്ത്, നമ്മൾ അതിന് മുമ്പിലുള്ള വാക്യം കാണുന്ന പൗലോസിന്റെ ഉത്തരീയം അല്ലെങ്കിൽ ദേഹത്തിടുന്ന ഡ്രസ്, തുണി ഇട്ടിട്ട് പോലും ഒരുപാട് ദുരാത്മാക്കളെ വിട്ടു, ഒരുപാട് മനുഷ്യരെ, അതുപോലെ ഒരുപാട് പേര് സൗഖ്യമായി. അതൊക്കെ ഇതൊക്കെ കണ്ടപ്പോ ഇവർക്കും തോന്നി എന്നാൽ നമുക്കും എന്താണ് ഈ പരിപാടി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ ഒരു ദുരാത്മാവുള്ള മനുഷ്യനെ സൗഖ്യമാക്കാൻ ചെന്നതാ. അപ്പൊ ഈ ഭൂതം ചോദിക്കുന്നുണ്ട്, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ എനിക്കറിയാം, പക്ഷെ നിങ്ങൾ ആരാ എന്നും പറഞ്ഞ് ചോദിച്ച് ഇവരുടെ ദേഹത്ത് ചാടിക്കേറി ഇവരെ ഉപദ്രവിച്ച് ഇവരവിടെ ഓടി രക്ഷപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ അതിന് ശേഷമുള്ള കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. അപ്പൊ അപ്പൊ ഇവര് ഇവിടെ ചെയ്ത കാര്യം എന്താ പറഞ്ഞേ? അത്രയും നാളും ക്ഷുദ്രപ്രയോഗം, അല്ലെങ്കിൽ ഇന്നത്തെ കാലം നമ്മുടെ ഭാഷയെ പറഞ്ഞ മാജിക് ഒക്കെ പഠിച്ചിരുന്ന, മാജിക് ഒക്കെ ചെയ്തിരുന്ന ഒരു കൂട്ടം മനുഷ്യർ അവര് കർത്താവിൽ വിശ്വസിച്ചു. അവര് കർത്താവിൽ വിശ്വസിച്ചിട്ട് അവരെന്തോ, അവളോടൊക്കെ പ്രത്യേക ഒരു ഫ്രേസ് കാണുന്നുണ്ട്, എല്ലാവരും കാണുക കൊണ്ട് ചുട്ട് കളഞ്ഞു. അതിന്റെ വില 50,000 വെള്ളിക്കാശ്. അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു, 50,000 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ എത്ര? ഏകദേശം അന്നത്തെ കാലത്ത് നമുക്കറിയാം, ഉപമ, കർത്താവിന്റെ ഉപമയിലുണ്ട്, ഒരു ദിവസത്തെ കൂലിയാണ് 1 വെള്ളിക്കാശ് അല്ലേ? അപ്പൊ 50,000 വെള്ളിക്കാശ് എന്ന് പറയുമ്പോൾ 50,000 ദിവസം പണിയെടുക്കുന്ന കാശ്. അപ്പൊ 50,000 ദിവസം എന്ന് പറയുമ്പോൾ എത്ര മാസങ്ങളായി അല്ലെ, എത്ര വർഷങ്ങളായി? അതൊന്ന് കണക്ക് കൂട്ടി. ഇപ്പൊ 136 വർഷം, 136 വർഷം എന്താ പണിയെടുത്താൽ കിട്ടുന്ന കാശാണ് ഈ പുസ്തകത്തിന്റെ എല്ലാം കൂടെ വില. അപ്പൊ അന്ന് അതൊക്കെ ഒരു വലിയ ഹ്യൂജ് എമൗണ്ടാ, വലിയൊരു തുക. ഇപ്പൊ നമ്മളിപ്പോ ഈ കാശ് ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലോട്ട് കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം 1,00,000 രൂപയ്ക്ക് മേലെ വരും. എന്നാലും നമ്മുടെ ഓർത്ത് വയ്ക്കും, 1,00,000 രൂപയുടെ പുസ്തകങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അല്ലേ? പക്ഷെ അന്ന് ആ മനുഷ്യർ ചെയ്തു. അപ്പൊ എന്തിനാ ഈ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു? നമ്മള് ഈ 4 നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഉണ്ടല്ലോ, പൊതുവായ 2 കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. 2 things in common in these 4 instances. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ ദാനിയേലിന്റെ തീരുമാനമാണേലും, അതുപോലെ ഈ രേഖാബ്യ ഗൃഹക്കാരെടുത്ത തീരുമാനമാണേലും, അപ്പോസ്തലനായ പൗലോസ് എടുത്ത തീരുമാനമാണേലും, അതുപോലെ ഈ എഫെസോസിലെ ഈ ജനങ്ങൾ എടുത്തവരാണേലും, ഇവരിതെല്ലാം അവര് രഹസ്യമായിട്ട് അല്ലെങ്കിൽ അവരുടെ തന്നെ സർക്കിളിൽ എടുത്ത തീരുമാനങ്ങളായിരുന്നു. പൗലോസ് സോറി ദാനിയേലാണെങ്കിൽ താൻ ഹൃദയത്തിൽ നിശ്ചയിച്ചു എന്നാണ്. എന്നിട്ടത് തന്റെ കൂട്ടുകാരോട് പറഞ്ഞു, പിന്നെ അത് തന്റെ സൂപ്പർവൈസറിനോട് പറഞ്ഞായിട്ട് നമ്മൾ കാണും. അതുപോലെ രേഖാബ്യ ഗൃഹക്കാർ അത്രയും നാളും അവരവരുടെ ഇതില് അവരുടെ സ്വന്തം ഭവനത്തില് മക്കളോടും അങ്ങനെയൊക്കെ പറഞ്ഞ് അവരവരുടെ സ്വന്തം സർക്കിളിൽ കൊണ്ട് നടന്നിരുന്നൊരു തീരുമാനമായിരുന്നു. ഇപ്പൊ അതവര് ഇരമ്യാവിനോടും പറഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മള് പൗലോസ് ദൈവം കൊടുത്ത ദർശനമാണ്. പൗലോസ് അത് പാലിച്ചു വരികയാണ്. ഇപ്പൊ അത് പബ്ലിക്കായിട്ട് അഗ്രിപ്പ രാജാവിന്റെ മുമ്പാകെയും, അഗ്രിപ്പ രാജാവിന്റെ ഭാര്യ എവിടെ ഉണ്ട്, അതുപോലെ കുറെ മനുഷ്യരുണ്ട്, കൊട്ടാരമാണ്, ഒരുപാട് പേരുടെ മുമ്പിൽ ഉറക്കെ വിളിച്ചു പറയുക. ഈ എഫെസോസിലെ ജനങ്ങളാണെങ്കിലും ഈ പുസ്തകങ്ങളെല്ലാം കൊണ്ട കത്തിക്കുന്ന രഹസ്യമായിട്ടല്ല, നമ്മളവിടെ പ്രത്യേകം കാണുന്ന എല്ലാവരും കാണുക. അപ്പൊ ഈ 4 ഇൻസ്റ്റൻസസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുമ്പോൾ പ്രൈവറ്റ് ആയിട്ട് എടുത്ത തീരുമാനങ്ങൾ they are proclaiming it to the public, അല്ലെങ്കിൽ ദൈവം അത് പബ്ലിക് ആക്കി. അപ്പം അവർക്ക് അതിനുള്ളൊരു ആർജവം, അവരെടുത്ത റെസൊല്യൂഷൻ ഏതോ ഒരു സമയത്ത്, അന്ന് ചിലപ്പോൾ നെക്സ്റ്റ് ഡേ വേണ്ടിയിരുന്നെങ്കിൽ നെക്സ്റ്റ് ഡേ, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷമാണേലും, രേഖാബ്യ ഗൃഹക്കാരൻ നമുക്കറിയാം എത്ര വർഷങ്ങളായിട്ട് ഇവർ കൊണ്ടു നടക്കുന്ന ഒരു തീരുമാനമാണ്. പക്ഷെ ഒരു സമയം വന്നപ്പോൾ ദൈവം അത് പബ്ലിക് ആക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തന്റെ എന്നോ എടുത്ത തീരുമാനം ഇപ്പൊ ഒരു സമയമായപ്പോൾ ഒരുപാട് ജനങ്ങളുടെ മുമ്പാകെ ദൈവം അത് പബ്ലിക് ആക്കുക. എഫെസോസിലെ ജനങ്ങൾ ഞങ്ങൾക്ക് ഈ പുസ്തകമൊന്നും വേണ്ടാന്ന് പറഞ്ഞ നാട്ടുകാരെല്ലാം കാണുകയാണ് കൊണ്ട് കത്തിക്കുന്നത്. അവരെടുത്ത ഉറച്ച തീരുമാനം, അതിൽ നിന്ന് കടുകിട എടുത്ത് മാറാതെ എടുത്ത തീരുമാനം. ഇപ്പൊ നമ്മൾ സ്പെഷ്യൽ പ്രോഗ്രാം കണ്ടു, മറിയ അവിടെ വീട്ടിൽ നടന്ന രഹസ്യ സംഭവമായിരുന്നു. അവിടെ ഉള്ളിൽ അവൾ എടുത്തു തീരുമാനമാണ്, ഇതിന്ന് ദൈവം എനിക്ക് നേരിട്ട് തന്നതാണ്, ഇതിന്ന് പുറകോട്ട് പോകുന്ന അവൾ മുന്നോട്ട് പോയി. ഉറച്ച തീരുമാനം. എനിക്ക് യോസഫ് വളരെ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ. യോസഫ് പറഞ്ഞെന്താ? ആദ്യം സംശയിച്ചു, നമുക്കറിയാം.
പക്ഷെ പിന്നെയും തീരുമാനിച്ചു മുന്നോട്ട് പോകാൻ. എന്ത് പറഞ്ഞാലും ശരി മുന്നോട്ട് പോകാം. ഒരു സമയമായപ്പോൾ അത് പബ്ലിക്കായി, കുഞ്ഞ് ജനിച്ചു. അപ്പോൾ ദൈവം നമ്മൾ എടുക്കുന്ന ഏതൊരു തീരുമാനവും, നല്ല തീരുമാനങ്ങളാണേലും മോശം തീരുമാനങ്ങളാണേലും, ഒരു സമയത്ത് ദൈവം അത് പബ്ലിക്കാക്കും. ഇനി മോശം തീരുമാനം എടുത്ത് ബൈബിളിലെ നമുക്കറിയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആഖാൻ അത് എടുക്കാൻ തോന്നിയത് മനസ്സിൽ തോന്നി, പുള്ളി അത് എടുത്തു, സീക്രട്ടായിട്ട് ഒളിപ്പിച്ചു വെച്ചല്ലേ. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോ എന്തായി? ഇസ്രായേൽ സഭ മുഴുവൻ, ലക്ഷക്കണക്കിന് മനുഷ്യരത് അറിയിച്ചു ദൈവം. അതുപോലെ ദാവീദിന്റെ പാപം, ദാവീദിന്റെ ഹൃദയത്തിൽ തോന്നിയതാണ് ബത്ശേബ. പിന്നെ അവിടുന്ന് അടുത്ത പടിയിലേക്ക് ഊരിയാവിനെ കൊല്ലിക്കുക. ഇതൊന്നും ആരും അറിയാണ്ട് ചെയ്ത കാര്യങ്ങളാ. പക്ഷെങ്കിലുണ്ടല്ലോ, നമുക്കറിയാം എന്താ പറ്റിയെന്ന്. ഒരു സമയത്ത് എന്തായി? ദൈവം അതങ്ങ് പബ്ലിക്കാക്കി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, ആരും അറിയില്ല, ആരും കണ്ടില്ല എന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ, ഏതെങ്കിലും ഒരു സമയത്ത് ദൈവം അത് പബ്ലിക്കാക്കി കൊണ്ടുവരും. ചിലപ്പോൾ നമ്മളെയും കൊണ്ട് തന്നെ ദൈവം അത് പബ്ലിക്കാക്കിക്കും. അതാണ് നമ്മളിവിടെ ഈ രേഖാവ്യഗ്രഹക്കാരുടെ കാര്യം ഒക്കെ, അല്ലെങ്കിൽ അപ്പോസ്തലൻ പൗലോസ്, ദാനിയേലിന്റെ കാര്യമൊക്കെ കാണുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, പ്രൈവറ്റ് ടു പബ്ലിക്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ 4 ഇൻസ്റ്റൻസസ് ഇവർ എടുത്ത തീരുമാനങ്ങൾ അവരവരുടെ ഒന്നും പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി, അവരുടെ ഭൗതികമായ ബെനിഫിറ്റിന് വേണ്ടി ഒന്നും എടുത്ത തീരുമാനങ്ങളായിരുന്നില്ല. അവരെടുത്തത് ഇൻ സീൽ ഫോർ ദെയർ ഗോഡ്, ദൈവത്തിനോടുള്ള സ്നേഹം കൊണ്ട്, ദൈവത്തിനോടുള്ള തീക്ഷ്ണത കൊണ്ടെടുത്ത തീരുമാനങ്ങളായിരുന്നു. അല്ലാണ്ട് അവർക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും കിട്ടാനെ കൊണ്ടോ ഒന്നുമല്ല. ഇപ്പൊ ഞാനിപ്പം തീരുമാനിക്കുക, നാളെ മുതൽ ഞാൻ പഞ്ചസാര കുറയ്ക്കുകയാണെന്ന് തീരുമാനിച്ചാൽ അതെന്റെ ശരീരത്തിന്റെ മെച്ചത്തിന് വേണ്ടിയാണല്ലേ. കാര്യം എന്റെ ലിവർ, എന്റെ സൗന്ദര്യം, എന്റെ കണ്ണ്, എന്റെ കുടവയർ ചാടുന്നു, അങ്ങനെയൊക്കെയുള്ള ആ ഒരു പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയാണ് ഞാൻ മധുരം കുറയ്ക്കുക. ഇപ്പൊ ഞാൻ നാളെ രാവിലെ മുതൽ ജിമ്മിന് പോകുന്ന തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നുകൂടെ ഒരു ഉഷാറായിട്ടിരിക്കാനൊക്കെ ഉണ്ട്. അതൊന്നും എടുക്കുന്ന തീരുമാനമല്ലോ. ഞാൻ പേഴ്സണൽ ആ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അതൊന്നും ചെയ്യുന്നതിന് തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. വി ഹാവ് ടു കീപ്പ് അവർ ബോഡി ഹെൽത്ത്. പക്ഷെങ്കിൽ ഇവിടെ ഈ 4 ഇൻസ്റ്റൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവര് ദൈവത്തിനോടുള്ള തീക്ഷ്ണത കൊണ്ടാണ്. ഇപ്പൊ ദാനിയേൽ പറയുന്നത്, ദൈവവചനം ഇതാണ് പറയുന്നത്, എനിക്ക് അത് വിട്ടൊരു കളിയില്ല, അതുകൊണ്ട് ഞാൻ ഇതെടുക്കും, എനിക്കിത് ചെയ്തേ പറ്റി. രേഖാവ്യഗ്രഹക്കാർ അവരതങ്ങനെ. അപ്പോസ്തലൻ പൗലോസ്, അദ്ദേഹം ദൈവത്തിന്റെ കൽപ്പന എന്നുള്ളത് കൊണ്ടാണ് എടുത്തത് ഈ എഫെസോസിലെ ജനങ്ങൾ. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു 4 വ്യക്തികളിൽ നിന്ന്, 4 ഇൻസ്റ്റൻസസിൽ നിന്ന് നമ്മുടെ സ്പിരിച്വൽ റെസൊല്യൂഷൻസ് എന്തായിരിക്കണം? ആ ജീവനാന്തം, നമ്മുടെ മരണം വരെ, അല്ലെ കർത്താവിന്റെ വരവ് വരെ നമ്മൾ എടുക്കേണ്ട ചില സ്പിരിച്വൽ റെസൊല്യൂഷൻസിന്റെ സജഷൻസ് നമുക്ക് ഈ 4 വ്യക്തികളിൽ നിന്ന് എന്താണ് കിട്ടുന്നത്? നമ്മൾ ദാനിയേലും രേഖാഭ്യഗ്രഹക്കാരെ നോക്കുമ്പോൾ രണ്ടും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് എന്താ? തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല. അതായത് ഞങ്ങൾ പാപം ചെയ്യുകയില്ല, ഞാൻ പാപം ചെയ്യുകയില്ല, അല്ലെങ്കിൽ ഞാനായിട്ട് വേറൊരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപത്തിന് കാരണമാവുകയില്ല. ഞാൻ ഓർത്തപ്പോ നമുക്കറിയാം, പിശാചാണ് മാനവകുലത്തിനെ പാപം ചെയ്യിപ്പിച്ചത്. അപ്പൊ ഞാൻ കാരണം ഒരാള് പാപം ചെയ്താൽ, എൻ്റെ അടുത്തിരിക്കുന്ന ആള് പാപം ചെയ്താൽ എന്താണ്? എനിക്കും പിശാചിന്റെ സ്വഭാവം തന്നെയാണ്. ഐ ആം പ്രൊവോക്കിംഗ് ദാറ്റ് പേഴ്സൺ ടു കമ്മിറ്റ് സിൻ. അപ്പൊ ഞാൻ പിശാചിന് ഇടം കൊടുക്കുകയാണ്. എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ വാക്കുകളായിരിക്കാം. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു വേണ്ടാത്ത വർത്തമാനം പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കുന്നവർക്ക് ദേഷ്യം വരും, ചിലപ്പം വല്ലാതെ ചൂടാവും. ഇപ്പൊ ഞാൻ കാരണം ആ വ്യക്തി ദേഷ്യപ്പെട്ടു. അപ്പൊ ഞാനിപ്പോ ഒരു ഗോസിപ്പ് അടിക്കാന്ന് പറയാം, എനിക്ക് ഇവിടെ നിന്നെങ്കിലും ന്യൂസ് കിട്ടിക്കാണും, അല്ലെ ഞാൻ ഉണ്ടാക്കിയെടുത്ത ന്യൂസ്, അത് ഞാൻ വേറൊരാളോട് പറയുമ്പോൾ ആ ആളും ആ രീതിയിൽ ചിന്തിച്ചു തുടങ്ങുകയാണ്. അപ്പൊ ഞാൻ അങ്ങനെ 2 ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇപ്പം ഇവിടെ ഈ ദാനിയേൽ എടുത്ത പോലത്തെ ഒരു തീരുമാനം, അല്ലെങ്കിൽ രേഖാവിഗ്രഹക്കാരെടുത്ത തീരുമാനം, അതുപോലെ ബൈബിൾ ഇപ്പൊ യോസെഫ് ബെസ്റ്റ് ഉദാഹരണമാണ്. ഞാൻ പാപം ചെയ്യുകയില്ല, ഞാനായിട്ട് പിശാചിന് ഇടം കൊടുക്കില്ല. ജോൺ ഗ്രീനങ്ങളുടെ ഒരു മെസ്സേജ് ഈ പിശാചിന് ഇടം കൊടുക്കുന്നതിനിടെ കുറച്ചാൾ മുമ്പ് ഞാൻ കേൾക്കുകയുണ്ടായി. പിശാച്
നമ്മളെ ഇങ്ങോട്ട് ഇടിച്ചു കയറി ഒന്നും പാപം ചെയ്യിക്കാൻ വരികയല്ല. പക്ഷെ പിശാച് നമ്മുടെ ജീവിതത്തിൽ ചില പാപങ്ങൾ നമ്മളെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പിശാച് കയറും. ഒരാളോടുള്ള വെറുപ്പ് ഞാൻ വർഷങ്ങളായിട്ട് കൊണ്ട് നടക്കുകയാണെങ്കിൽ പിശാച് അതിങ്ങനെ സ്പിരിറ്റ് കയറ്റി തന്നെ കൊണ്ടുവരും. നമ്മൾ ആ പാപത്തെ തുടരാൻ തന്നെ അവൻ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ എൻ്റെ ഭാവിയെ ഓർത്ത് നാളെ എന്താന്നുള്ള ആ ആകുലത അതിങ്ങനെ കൂട്ടിക്കൊണ്ട് ആ ഭയം ഇങ്ങനെ കൂട്ടും. അപ്പൊ ഞാനായിട്ട് പിശാചിന് ഇട കൊടുക്കില്ല എന്നുള്ള ഒരു തീരുമാനം ദൈവം നമ്മൾ എടുക്കാൻ സഹായിക്കട്ടെ. അതാണ് നമ്മൾ ആദ്യം വായിച്ച വാക്യം. ദാവീദ് എന്താ പറഞ്ഞേ? ഞാനൊരു നീച കാര്യം എൻ്റെ കണ്ണിന് മുമ്പാകെ വെക്കുകയില്ല. ഇപ്പൊ ഈ വാക്യമൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ, ഈ ദാവീദിന്റെ ഒക്കെ സമയത്ത് എന്തുവാ നീച കാര്യം, എനിക്ക് അത്ര ആലോചിച്ചിട്ടും പിടിയൊന്നും കിട്ടിയില്ല. പക്ഷെ ഇന്ന് ഞാൻ വലിയ വിശദീകരണം ഒന്നും ചെയ്യണമെന്നില്ല. ചിലപ്പോൾ എനിക്ക് എന്റെ ഫോൺ എടുത്ത് എറിയാൻ തോന്നിയിട്ടുണ്ട്. എന്റെ മക്കളോട് ഞാൻ ഇന്നലെയും പറയുമായിരുന്നു. കാരണം നമ്മളെ ഒന്ന് എന്തെങ്കിലും നോക്കാൻ എടുക്കുന്നതായിരിക്കും, പക്ഷെ വാലെ 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 ഓരോന്നിങ്ങനെ നോക്കി നോക്കി എന്തെല്ലാം ഒക്കെയാണ് കയറി വരുന്നത്. അപ്പം കുറച്ച് നാൾ മുമ്പ്, എനിക്ക് 2018 മാർച്ച് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഫേസ്ബുക്കിനോട് ഞാൻ ഒത്തിരി അഡിക്റ്റഡ് ആയിരുന്നു. ഇങ്ങനെ നോക്കി നോക്കി സ്ക്രോൾ ചെയ്തിരിക്കും. ഒരു ദിവസം ദൈവാത്മാവ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്റെ കാര്യം. അന്ന് ഞാൻ തീരുമാനമെടുത്തു, എന്താ ഇനി മുതൽ FB എനിക്ക് വേണ്ട. അങ്ങനെ ആ ഡീആക്ടിവേറ്റിംഗ് ഓപ്ഷൻ കൊടുത്തു. ഡീആക്ടിവേഷൻ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത 3 മാസത്തേന് FB തുറക്കരുത്. അങ്ങനെ ഇടയ്ക്ക് എപ്പോഴും തുറന്നാൽ പിന്നെ നമ്മൾ അക്കൗണ്ട് ആക്റ്റീവ് ആവും. അതുകൊണ്ട് 3 മാസം കടിച്ചു പിടിച്ച് തുറക്കാണ്ടിരുന്നു. അങ്ങനെ ആ അക്കൗണ്ട് അങ്ങ് ഡിലീറ്റ് ആയി. ഇന്നിപ്പോ എനിക്ക് 5-6 വർഷങ്ങളായി ഇതുവരെ എനിക്ക് FB ഇല്ല. അതുപോലെ എന്റെ ഫോണില് എനിക്ക് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരോടൊന്നും എനിക്ക് എതിർപ്പൊന്നുമില്ല കേട്ടോ. കാരണം മറ്റൊന്നും കൊണ്ടല്ല, എന്താ എന്റെ കാര്യം ഞാൻ അന്ന് എടുത്ത തീരുമാനത്തിൽ നിന്ന് നിലനിൽക്കാൻ കർത്താവ് എനിക്ക് ഇതുവരെ കൃപ ചെയ്തു. അതുപോലെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഞാനങ്ങ് മനോരമ മംഗളോ വീക്കിലികൾ ഭയങ്കര അഡിക്റ്റഡ് ആയി. ഇന്നത്തെ പിള്ളേർക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. ഈ മനോരമ കഴിഞ്ഞാൽ അടുത്ത മംഗളം കഴിഞ്ഞാൽ പിന്നെ മനോരമ, ഇങ്ങനെ. അന്ന് 10ാം ക്ലാസ് ആണെന്ന് ഓർക്കണം. വല്ലാതെ അഡിക്റ്റഡ് ആയിരുന്നു. അതുപോലെ ആയിരുന്നു റേഡിയോ നാടകം, ആകാശവാണി വരുന്ന നാടകം, അതിനും ഭയങ്കര അഡിക്റ്റഡ് ആയിരുന്നു ഞാൻ. പക്ഷെ ഒരു സമയത്ത് കർത്താവിനോട് ഇടപെട്ടു. അന്ന് ഞാൻ കർത്താവിൽ ആശ്രയിച്ച തീരുമാനമെടുത്ത്, കർത്താവ് ഇനി മേലാൽ ഇന്നും മനോരമ മംഗളമൊക്കെ അവൈലബിൾ ആട്ടോ, മാർക്കറ്റിൽ അവൈലബിൾ. ഇതെനിക്ക് വേണ്ട. വർഷങ്ങൾ ഇത്രയായി, 15ാമത്തെ വയസ്സിൽ എടുത്ത തീരുമാനമാണ്. ഈ നിമിഷം വരെ പിന്നെ ആ സാധനം കൈകൊണ്ട് തൊടാൻ എനിക്ക് ഇടയായിട്ടില്ല. ഞാനങ്ങ് എന്താ തള്ളിമറിക്കാന്ന് വിചാരിക്കരുത്, എന്നെ തന്നെ എന്ത് പൊക്കി മറിക്കാന്ന് വിചാരിക്കരുത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്ത കുഞ്ഞു കുഞ്ഞു തീരുമാനങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എൻ്റെ മക്കളോടും പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം. എന്നാൽ എനിക്ക് ഒരു 10 ദിവസം മുമ്പായിരിക്കും ഞാൻ എൻ്റെ ഫോണിൽ എന്തോ നോക്കിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ കുറ്റബോധ ഫോൺ മാറ്റിവെച്ചു. പിന്നെ ഞാൻ ഓർത്തു, ദൈവമേ, ദൈവനാമ മഹത്വത്തിനല്ലാത്തതൊന്നും എൻ്റെ ഈ ഫോണിൽ വേണ്ട എന്നും പറഞ്ഞ് ഞാൻ കണ്ട കുറെ ഹിസ്റ്ററി ഒക്കെ എടുത്ത് കുറെ ഡോണ്ട് റെക്കമെൻഡ് ചാനൽ യൂട്യൂബിൽ കൊടുത്തു. അങ്ങനെ ആ ദിവസവും പിന്നെ അടുത്ത ദിവസമൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ കൊണ്ടുവരാ പഴയപടി ഒക്കെ. അപ്പൊ അത് ഞാൻ തീരുമാനത്തിൽ നിന്നില്ല. എന്റെ തീരുമാനം വെള്ളത്തിൽ വരച്ചൊരു വര പോലായിപ്പോയി. അതല്ല ദൈവം നിന്ന് ഞാൻ ദാവീദ് പറഞ്ഞ പോലെ ഞാൻ ഒരു നീച കാര്യം എൻ്റെ കണ്ണിന് മുമ്പാകെ വെക്കുകയില്ല. ഞാൻ നിഷ്കളങ്ക ഹൃദയത്തോടെ എൻ്റെ വീട്ടിൽ പെരുമാറും. പൊതുവെ നമ്മള് സഭയുടെ മുമ്പിലോ അല്ലെങ്കിൽ പുറത്തൊക്കെയാ നമ്മളെ ഈ എന്ത് ഡീസന്റ് അല്ലേ, അതിന് നിറം അറിയണമെങ്കിൽ വീട്ടിൽ വരണം. പക്ഷെ ഇവിടെ ദാവീദ് നേരെ തിരിച്ചാ പറയണേ, ഞാൻ നിഷ്കളങ്ക ഹൃദയത്തോടെ എൻ്റെ വീട്ടിൽ പെരുമാറും. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതുപോലെ ഇനി ഇവിടെ നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ എന്താ, ഞാൻ സ്വർഗീയ ദർശനത്തിനുള്ള അനുസരണക്കേട് കാണിച്ചില്ല. എത്ര ചങ്കൂറ്റത്തോടെ പറയുന്നില്ല, എത്ര തൻ്റെടമാണല്ലേ. പൗലോസിന്റെ വിളി അതായിരുന്നു. പൗലോസിന്റെ വിളി, ദൈവം വിളിച്ചത് അങ്ങനെയാണ്. നമ്മളെ വിളിച്ചേക്കുന്ന പൗലോസ് പോകുന്ന പോലെ പോകണമെന്നും ചിലപ്പോൾ അങ്ങനെ ദൈവം വിളിക്കുന്നവരുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷെ ഓരോരുത്തർക്ക് ദൈവം ഓരോ വിളിയാണ്, ഓരോ ശുശ്രൂഷയാണ്. അതുകൊണ്ട് നമ്മളെ വിളിച്ച ശുശ്രൂഷയിൽ ആയിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് തീരുമാനമെടുക്കാം, ദൈവം എന്നെ വിളിച്ചത് എന്ത് ശുശ്രൂഷ ആയിക്കോട്ടെ, ചെറുതോ വലുതോ. ചിലപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഒരു ശുശ്രൂഷ നമ്മളായിരിക്കുമ്പോൾ തന്നെ ദൈവം ചിലപ്പോൾ അടുത്ത ശുശ്രൂഷ തരും. അതും ദൈവത്തിന്റെ തീരുമാനമാണ്. ദ സോവറിൻ ഗോഡ്, ഹി ഡിസൈഡ്സ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ പിറുപിറുക്കാതിരിക്കാൻ, ഭയപ്പെടാതിരിക്കാൻ, ദേഷ്യപ്പെടാതിരിക്കാൻ, മുഷിഞ്ഞു പോകാതിരിക്കാൻ
പ്രത്യേകം കൃപ. കാര്യം ഇതൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. ചില ദേഷ്യവും പിറുപിറുപ്പും ഒക്കെ. അതെന്റെ പക്വതക്കുറവുണ്ട്, എന്റെ ആത്മീയ പക്വതക്കുറവും കൊണ്ടാണ് ഞാനത് അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പൊ നമുക്ക് ആ ശുശ്രൂഷ ദൈവം തരുമ്പോൾ, ഇപ്പൊ തന്നെ ഇന്നിപ്പോ മെസ്സേജ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇന്നലെയും കൂടെ വീഡിയോയോട് പറയുമായിരുന്നു, എന്റെ കൊച്ചേ എനിക്ക് പേടിയായിട്ട് പോയി. പിന്നെ ഞാൻ ഓർത്തു, ശുശ്രൂഷ ഞാൻ എന്തിനു പേടിക്കണം? കർത്താവ് എനിക്ക് തരുന്ന സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ചെയ്യാൻ കർത്താവിൻ കൃപ തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിലെ 20-24 വാക്യങ്ങളിൽ ഒരേ ഫ്രേസാണ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്, ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിക്കട്ടെ. നീ ദാസനായി വിളിക്കപ്പെട്ടുവോ? അങ്ങനെ ഇരുന്നോട്ടെ. നിന്നെ നേഴ്സായിട്ടാണോ വിളിച്ചേ? നേഴ്സായിട്ട് ജീവിച്ചോ. നിന്നെ ടീച്ചറായിട്ടാണോ വിളിച്ചേ? അങ്ങനെ തുടർന്നു. നീ ഒരു വീട്ടമ്മയായിട്ടാണോ നിന്നെ വിളിച്ചേ? വീട്ടമ്മയായിട്ടായിരിക്കണമെങ്കിൽ ദൈവം അവിടെ നിന്നെ ആക്കട്ടെ. ഞാനൊരു വീട്ടമ്മയാണ്. നിന്നെ ഒരു സ്റ്റുഡന്റ് ആയിട്ടാണോ ഇപ്പൊ നിന്നെ ദൈവം ആക്കിയിരിക്കുന്നത്? ബി ഫെയ്ത്ത്ഫുൾ ഇൻ ദാറ്റ്. ഇപ്പൊ ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ, പൗലോസിനെ വിളിച്ച സ്ഥിതി, ഇപ്പൊ സ്വർഗീയ ദർശനം, രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിക്ക് ദൈവം അന്നേരം ഒരു ദർശനം കൊടുക്കുന്നുണ്ട്. തുടർന്നുള്ള കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ദൈവം ഈസ് ഗൈഡിങ് ദാറ്റ് പേഴ്സൺ. അപ്പോൾ അനുസരണക്കേട്, ദൈവം എനിക്ക് വേണ്ട, അങ്ങനെ അനുസരണക്കേട് കാണിക്കാതിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പൗലോസ് എടുത്ത പോലെ ഉറച്ച തീരുമാനം, എന്റെ ജീവിതകാലം മുഴുവൻ, എന്റെ അവസാന ശ്വാസം വരെ എനിക്ക് ദൈവം തരുന്ന ശുശ്രൂഷ എന്തോ ആയിക്കോട്ടെ, സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. മൂന്നാമത്തെ റെസൊല്യൂഷൻ, സജഷനാണ്. എന്താ? ഈ എഫെസോസിലെ ഈ ജനങ്ങൾ, അവർ കർത്താവിനെ അറിഞ്ഞപ്പോൾ അവര് അവർ ക്ഷുദ്ര പുസ്തകങ്ങളെല്ലാം കൊണ്ട് തീയിട്ടു. എന്തുകൊണ്ടാ? ഇനി ഞങ്ങൾക്കിത് വേണ്ട, ദൈവത്തിന് വേണ്ടി അവർ നിൽക്കുകയാണ്. പക്ഷെ നമുക്കറിയാം, തുടർന്നുള്ള അധ്യായം നമ്മൾ കാണുന്നത് എഫെസോസ് നഗരം ഇളകി മറിഞ്ഞു. നമുക്കത് കാണുന്നുണ്ട്. പൗലോസിനെ പിടിച്ചോണ്ട് പോകുന്നതും ഇങ്ങനെ ആ നാട് ഇളകി മറിഞ്ഞെന്നുള്ള കാര്യം നമുക്കറിയാം. കാര്യം അവർ നോക്കിയപ്പോൾ ഒരുപാട് പേര് യേശുവിന്റെ പുറകെ പോകുന്നു. നമ്മുടെ ഈ അർത്തമീസ് ദേവിയുടെ ഇത് കച്ചവടമൊക്കെ പൂട്ടിപ്പോകും, ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നും പറഞ്ഞ ആ നാടിളകി മറിയുന്നത് നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെ നാടിളകി മറിയാൻ വന്നിട്ടും ഈ എഫെസോസിൽ ഒരു സഭ കർത്താവിന്റെ സാക്ഷ്യമായിട്ടുള്ളത് നമുക്കറിയാം. എന്തെല്ലാം വന്നാലും ദൈവത്തിന് വേണ്ടി നിൽക്കുക. നമ്മുടെ പഴയ നിയമത്തിൽ ഒരു മീഖായ എന്ന് പറഞ്ഞൊരു പ്രവാചകനെ കാണുന്നുണ്ട്. പുള്ളിക്ക് അടികിട്ടി, പുള്ളിയെ പിടിച്ച് ജയിലിലിട്ടു. 550 പ്രവാചകന്മാരപ്പുറത്ത് ഈ മനുഷ്യൻ ഒറ്റയ്ക്ക്. പുള്ളി ഓർത്തോ, എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു പുള്ളിക്ക് അടികിട്ടാൻ? പുള്ളി ഒന്ന് സപ്പോർട്ടായിട്ട് പറഞ്ഞാൽ മതി, പുള്ളി രക്ഷപ്പെട്ടേരെ. പക്ഷെ പുള്ളി മാറിയില്ല, ഒറ്റയ്ക്ക് ഹി സ്റ്റുഡ് ഫോർ ഗോഡ്. ശദ്രക്, മേശക്, അബേദ്നെഗോ, നാട് മുഴുവൻ അവർക്കറിയാം ഞങ്ങളെ തീയിലിടുമെന്നറിയാം. ശരി, തീയിലിട്ടാലും വേണ്ടൂല, വി വിൽ സ്റ്റാൻഡ് ഫോർ ഗോഡ്. നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങളാണ്. എന്തെല്ലാം വന്നെന്ന് പറഞ്ഞാലും, എന്നെ കൊന്നെന്ന് പറഞ്ഞാലും കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കും. എന്നെ ഓർത്തപ്പോ നമ്മുടെ രക്തസാക്ഷികളുണ്ടല്ലോ, നമ്മുടെ ആദ്യകാല രക്തസാക്ഷികൾ, ഞാൻ അവരുടെ ചരിത്രം ഒന്ന് ജസ്റ്റ് ഒക്കെ നെറ്റിലൊക്കെ നോക്കുമായിരുന്നു. ചിലരെയൊക്കെ ടാർ വെച്ച് പൊതിഞ്ഞ് എന്നറിയാമോ, വലിയ മരത്തെ കെട്ടിയിടും. വലിയ സ്റ്റേക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയാം, കെട്ടിവെക്കും. എന്നിട്ട് തീ കൊളുത്തു. ടാറല്ലേ പൊതിഞ്ഞേക്കുന്നേ, ജീവനോടെ കത്ത്. അതൊരു നാട് മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റ് പോലെ ഈ കത്തുന്ന പച്ച മാംസത്തിന്റെ. അങ്ങനെ സഹിച്ച നമ്മുടെ മുമ്പേ പോയ ദൈവമക്കൾ. സിംഹക്കൊക്കെ ഇട്ടുകൊടുക്കുക. സിംഹങ്ങൾക്കൊന്നും ദിവസങ്ങൾ ഭക്ഷണം കൊടുക്കൂല, എന്നിട്ട് ദൈവമക്കളെയാണ് ഇട്ടുകൊടുക്കുന്നത്. അവര് കടിച്ചു പറിച്ച് ഭക്ഷണമാക്കി ജീവനോടെ തിളച്ചെണ്ണയ്ക്കകത്ത് കൊണ്ടിട്ട്. അതുപോലെ ഞാൻ കണ്ടു, നമ്മുടെ കൈയും കാലും 4 കുതിരകളിലോട്ട് കെട്ടിയിടും. ഈ കുതിരകളോടും നമ്മുടെ വേർപെട്ടു പോകുന്ന അവസ്ഥ. നമ്മളൊക്കെ എത്ര സുഖത്തിലാണ് ജീവിക്കുന്നല്ലേ? നമ്മളൊക്കെ എത്ര സുഖത്തിലാണ് ജീവിക്കുന്നത്? വാട്ട് വി ആർ ഡൂയിങ് ഫോർ അവർ ഗോഡ്? ഹൗ മച്ച് വി ആർ സ്റ്റാൻഡിങ് ഫോർ അവർ ഗോഡ്? നമ്മൾ എന്താണ് നമ്മുടെ കർത്താവിന് വേണ്ടി ചെയ്യുന്നത്? അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ദൈവരക്തസാക്ഷികളാകുവാൻ ദൈവം അവരെ എങ്ങനെ തിരഞ്ഞെടുത്തു. പക്ഷെങ്കിൽ നമ്മൾ ഒരു നാളെ നമ്മുടെ കർത്താവിന്റെ മുമ്പാകെ പോയി നിൽക്കുമ്പോൾ, ടൈനി, നിനക്ക് തന്ന നിമിഷങ്ങൾ നീ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുന്ന, ഇങ്ങനെ ആ സമയം അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി കർത്താവ് വരുമോ എനിക്കറിയില്ല. ഏതോ ഒരു നിമിഷം കർത്താവ് വരും.
പാട്ടുകാരൻ പാടുന്നുണ്ടല്ലോ, കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം മഴിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം തിരിച്ചു വന്നിട്ട് വല്ലതും ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഈ വരുന്ന വർഷം, അല്ലെങ്കിൽ ഇനി വരുന്ന വർഷങ്ങളൊക്കെ നമ്മൾ പാലിക്കേണ്ട നമുക്ക് ഈ തീരുമാനങ്ങൾ, നമുക്ക് ഞാനായിട്ട് പാപം ചെയ്യുകയില്ല, ഞാനായിട്ട് ഒരാളുടെ ജീവിതത്തിൽ പാപത്തിന് കാരണമാകുകയില്ല. ഫസ്റ്റ് ജോൺ 5:18 അവിടെ പറയുന്നത് എന്താ? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. തന്നെത്താൻ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പാപമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാപത്തെ തുടരുന്നില്ലെന്നാണ് അതിന്റെ അർത്ഥം. പാപമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അനുദപിച്ച് ഏറ്റു പറഞ്ഞ് എഗെയിൻ സ്റ്റാർട്ടിങ് അങ്ങനെ. രണ്ടാമത്തെ തീരുമാനം എന്താണ്? എനിക്ക് തീർന്ന ശുശ്രൂഷ എന്തോ ആയിക്കട്ടെ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കത്തില്ല. മൂന്നാമത്തെ തീരുമാനം, ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുക, എന്തു വന്നെന്ന് പറഞ്ഞാലും. ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാനിത് എടുത്തിട്ടല്ല ഞാൻ പറയുന്നത്, എന്നോടാണ് ഞാൻ ആദ്യം പറയുന്നത്. ഈ വചനം ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കൾക്കും, എല്ലാ എൻ്റെ സഹോദരിമാർക്കും ആന്റിമാർക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവിന് വേണ്ടി വരും ദിവസങ്ങളിൽ എരിഞ്ഞു തീരുന്ന ശോഭിക്കുന്ന ജ്യോതിസുകളാകുവാൻ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നാം വാഴ്ത്തുന്നു.